പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തസ്ഥലം സന്ദർശിച്ചു. അതിനുശേഷം അദ്ദേഹം ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ കണ്ടു. ഇപ്പോൾ മടങ്ങുകയാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന്. ഒരുപക്ഷെ അദ്ദേഹം വിജയ് രൂപാനിയുടെ വസതി സന്ദർശിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നേരത്തെ നമുക്ക് ലഭിച്ച വിവരം. ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, പരുക്കേറ്റവരെയൊക്കെ സന്ദർശിച്ചതിന് ശേഷം പ്രധാനമന്ത്രി മടങ്ങുകയാണ്. അദ്ദേഹം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയുന്നുമില്ല എന്നതാണ്. എന്തെങ്കിലും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമോ എന്നത് നമ്മൾ അറിയാൻ കാത്തിരിക്കുന്നുണ്ട്. ഇനി എങ്ങോട്ടേക്കാണ് അദ്ദേഹത്തിൻ്റെ യാത്ര? അനുജ, പ്രധാനമന്ത്രി ഇപ്പോൾ സിവിൽ ആശുപത്രിയിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന സിവിൽ ആശുപത്രിയിൽ നിന്ന് മടങ്ങുകയാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. മുൻപിൽ പ്രധാനമന്ത്രിയുടെ വാഹനമുണ്ട്. പുറകിലുള്ള വാഹനത്തിലാണ് ഭൂപേന്ദ്ര പട്ടേൽ അടക്കമുള്ളവർ ഉള്ളത്. സിവിൽ ആശുപത്രിയിൽ സന്ദർശനവും അധിക സമയം നീണ്ടില്ല. ഏതാണ്ട് 10-15 മിനിറ്റ് മാത്രം സമയമേ അദ്ദേഹം സിവിൽ ആശുപത്രിയിലും ചെലവിടുന്നുള്ളൂ. വേഗത്തിൽ തന്നെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെ വാഹനം ഇപ്പോൾ പുറത്തേക്ക്, സിവിൽ ആശുപത്രിയുടെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഇവിടെ നിന്ന് അദ്ദേഹം എങ്ങോട്ട് പോകും എന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. വിജയ് രൂപാനിയുടെ വസതിയിലേക്ക്, ഗാന്ധിനഗറിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയാണ് നമ്മൾ ഉള്ളത്. ഒപ്പം തന്നെ ചില യോഗങ്ങൾ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേരും എന്ന വിവരം കൂടി വന്നിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ യോഗം എവിടെ വെച്ച് ചേരും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ളവർ, ജലശക്തി മന്ത്രി CR പാട്ടീൽ അടക്കമുള്ളവർ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിൽ ഒപ്പം തന്നെ ഉണ്ട്. ഏതായാലും ഇപ്പോൾ പ്രധാനമന്ത്രി സന്ദർശനം ഈ രണ്ടിടങ്ങളിൽ, നേരത്തെ നിശ്ചയിച്ച ഈ ദുരന്ത ഭൂമിയിലെയും ഒപ്പം തന്നെ ആശുപത്രിയിലെയും സന്ദർശനം പൂർത്തിയാക്കുന്നു. ആശുപത്രിയിൽ ഉള്ള പരിക്കേറ്റ് ചികിത്സയിലുള്ള രോഗികളെയൊക്കെ ഹ്രസ്വമായ ഒരു സംഭാഷണത്തിൽ അവരെയൊക്കെ കണ്ട് പ്രധാനമന്ത്രി പുറത്തേക്ക് വരികയാണ്. മറ്റു നടപടിക്രമങ്ങൾ, ഇവിടെയുള്ള നടപടിക്രമങ്ങൾ എന്ത് എന്നതൊക്കെ വേഗത്തിൽ ചോദിച്ച് മനസ്സിലാക്കിയാണ് അദ്ദേഹം. ഒരുപാട് സമയം ആശുപത്രിയിൽ ചെലവഴിക്കാൻ ഈ സമയം ഇപ്പോൾ ഒരുപാട് സമയം അദ്ദേഹം ചെലവഴിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഹ്രസ്വമായ സന്ദർശനമാണ് ആശുപത്രിയിൽ അദ്ദേഹം നടത്തുന്നത്. കാരണം ആശുപത്രിയിൽ നമുക്കറിയാം അത്രയധികം തിരക്ക് പിടിച്ച ഒരു സമയമാണ് സിവിൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം. നിരവധി രോഗികൾ, പരിക്കേറ്റ ആളുകൾ, ഒപ്പം തന്നെ ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ച് കൂട്ടത്തോടെ എത്തിയ അതിൻ്റെയൊക്കെ പോസ്റ്റ്മോർട്ടം, DNA പരിശോധന അടക്കമുള്ള നടപടികളുടെ തിരക്കിലാണ് ആശുപത്രി ഉള്ളത്. ആശുപത്രി സംവിധാനമൊക്കെ മൊബിലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സമയത്താണ് പ്രധാനമന്ത്രി കൂടി എത്തുന്നത്. അതുകൊണ്ട് ഒരുപാട് സമയം പ്രധാനമന്ത്രി ആ തരത്തിൽ ആശുപത്രി സന്ദർശനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നില്ല. അദ്ദേഹം ഹ്രസ്വമായ ഒരു സന്ദർശനം നടത്തി ഇവിടെ നിന്ന് മടങ്ങുന്നു. പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു പ്രഖ്യാപനം, ഈ പ്രതികരണവും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അത് പിന്നീട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. എങ്കിൽ പോലും ഏതെങ്കിലും പ്രത്യേകമായ ഒരു സഹായമോ മറ്റോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല. അത് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ എയർ ഇന്ത്യ സഹായം പ്രഖ്യാപിച്ചിരുന്നു, ടാറ്റ ഗ്രൂപ്പ് ഒരു സഹായം പ്രഖ്യാപിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു സഹായം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുമോ എന്നതടക്കം നമുക്ക് അറിയേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ അടുത്ത ഘട്ടത്തിൽ ആ തരത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടിയുണ്ട്. ഒപ്പം തന്നെ ഇനി ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റി അത് രൂപീകരിക്കും എന്നുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നതാണ്. ആ സമിതിയുടെ ഘടന എങ്ങനെയായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി ഇവർ വിലയിരുത്തും. ഒപ്പം തന്നെ മൃതദേഹങ്ങൾ സ്വദേശങ്ങളിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ, ബ്രിട്ടീഷ് പൗരന്മാർ അടക്കം ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ ഇന്ത്യൻ വംശജർ തന്നെയാണ്, ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജരാണ്. അവരുടെയൊക്കെ നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും, ബ്രിട്ടീഷ് ഗവൺമെൻറ്റുമായി ഈ കാര്യത്തിൽ എന്തൊക്കെ ആശയവിനിമയം നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി ഒരു നിർദ്ദേശം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അടക്കം നൽകും എന്നത് നമ്മൾ അറിയുന്നു. പരിക്കേറ്റ ആളുകൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ഇവിടെ തന്നെ ലഭ്യമാക്കാൻ കഴിയും എന്നതാണ് മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത്.